ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ക്യൂആന വീഡിയോ ആയിട്ടാണ് കേട്ടോ. നേരത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു, എന്നോട് ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കാൻ ഞാൻ അത് വീഡിയോ ആക്കിയിട്ട് വിടാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്കൊരു 18ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒക്കെ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്, അതാണ് ഞാൻ ഇതിലേക്ക് നോക്കുന്നത് കേട്ടോ. ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ട് കുറേ കാലമായിട്ട് എഴുതിയിട്ട് സ്കൂൾ പഠിക്കുന്ന കാലത്ത് എഴുതിയതാണ്. പിന്നെ മക്കൾക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് എഴുതി കൊടുക്കും. അപ്പോൾ ഞാൻ ഇത്ര എഴുതിയിട്ടുണ്ട്. 18 ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചതിന് എല്ലാവർക്കും ആദ്യം തന്നെ താങ്ക്സ് പറയുന്നു. പിന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കും. മുർഷിയാണ് കേട്ടോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സ്ഥലം എവിടെ എന്നാ ചോദിച്ചിരിക്കുന്നത്. സ്ഥലം വരുന്നത് ഇവിടെ പട്ടാമ്പി കഴിഞ്ഞിട്ട് പാലക്കാട് ജില്ലയാണ്. മുതല കാരക്കൂത്താണ് കേട്ടോ. പിന്നെ മുർഷിദ തന്നെ ചോദിച്ചത്, യൂട്യൂബിൽ വീഡിയോ എടുത്ത് പോസ്റ്റ് ഇടുന്നതിൽ ഭർത്താവ് സപ്പോർട്ടാണോ എന്ന്. ഭർത്താവിൻ്റെ സപ്പോർട്ട് കുഴപ്പമൊന്നുമില്ല, സപ്പോർട്ടൊക്കെ ഉണ്ട്. അടുത്തത് നൗഷി ഡയറീസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്ര മക്കളാണെന്ന്. എനിക്ക് 4 മക്കളാണ്. ഹസ്ബൻഡിന് എന്താണ് ജോബ്. ചിക്കൻ കട, വേറൊരാളെ ചിക്കൻ കടയാണ്, അത് നോക്കി നടത്തുകയാണ് കേട്ടോ. പിന്നെ നിഷാക്ക് ചോദിച്ചിട്ടുണ്ട്, വാച്ചവർ ആയോ ചോദിച്ചിട്ടുണ്ട്. വാച്ചവർ ഒന്നും ആയിട്ടില്ല കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ 4ാമത്തെ ക്വസ്റ്റ്യന് ഹാഷിർ മോനാണ് ചോദിച്ചിരിക്കുന്നത്. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്, നിങ്ങളുടെ വീട് എവിടെയാ. ഫാമിലിയിൽ ഇക്കാട് ഫാമിലിയിൽ ഇവരപ്പിയും മക്കളുടെ ഇമ്മ ഇപ്പ 2 ഏട്ടത്തികൾ, പിന്നെ 3 മക്കളാണ് കേട്ടോ അമ്മക്കും ഉപ്പാക്കും. പിന്നെ നിങ്ങളുടെ വീട് എവിടെയാണെന്ന്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് വരുന്നത് പട്ടാമ്പി കഴിഞ്ഞിട്ട് മുതല കാരക്കൂത്താണ് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് 2 ഫാമിലിയിലും ഹാഷിർ മോന് ചോദിച്ചാണ് കേട്ടോ. 2 ഫാമിലിയിലും ആരൊക്കെ ഉണ്ട്, നിങ്ങളുടെ വീട് എവിടെ. ഹസ് വീട് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 ഫാമിലി. എൻ്റെ വീട്ടിൽ എനിക്ക് 2 സിസ്റ്റർ, പിന്നെ ഒരു അനിയന്, ഇമ്മ ഇപ്പയാണ് കേട്ടോ ഉള്ളത്. അതിൻ്റെ 2 ഏട്ടത്തികളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. രണ്ടാൾക്കും വയ്യ കേട്ടോ. ഒരാൾക്ക് കല്യാണം നോക്കുന്നുണ്ട്, ഒന്നും ശരിയായിട്ടില്ല. മൂത്ത താത്താക്ക് 34 വയസ്സായിക്കണു, രണ്ടാമത്തെ താത്താക്ക് 30-31 വയസ്സായിക്കണു കേട്ടോ. അനിയന് ഇപ്പാടെ പണിക്ക്, ഇപ്പാക്ക് അറവിൻ്റെ പണിയാണ്, അപ്പം അതിന് പോവാണ് കേട്ടോ. അടുത്തത് ഇവിടുത്തെ അക്കാട് വീട്ടിൽ ഇമ്മ ഇപ്പ 2 ഏട്ടത്തികളാണ് കേട്ടോ അവർക്കുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് ഞാൻ പെട്ടെന്ന് വായിക്കാട്ടോ. പിന്നെ അടുത്തത് രാഹു. ഹായ് ഇത്ത, വീട്ടിൽ ആരൊക്കെ ഉണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ്. ഹസ്സിന് എന്താണ് ജോബ്, ചിക്കൻ കടയ്ക്ക് പോവാണ് കേട്ടോ. വാച്ചവർ കംപ്ലീറ്റ് ആയോ. വാച്ചവർ ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അടുത്തത് ശ്രീനു ചോദിച്ചതാണ്. ചേച്ചി വീഡിയോ എടുത്തിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ചെറിയ കുട്ടികളുള്ളത് കൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഞാൻ ഇവർ ഉറങ്ങുന്ന ടൈമിലൊക്കെ നോക്കിയിട്ടാണ് വീഡിയോ ചെറിയ രീതിയിലൊക്കെ എഡിറ്റ് ചെയ്യണത് കേട്ടോ. പിന്നെ ജാസ്മി അലി വ്ളോഗ്സ് 7ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഏജ് എത്ര. എൻ്റെ 29 വയസ്സായിട്ടോ. 12/1/1996 അപ്പോഴാണ് ജനിച്ചത്. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യന് സ്വാലിഹാസ് ഹെവൻ. നിങ്ങൾ എത്ര വരെ പഠിച്ചു. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയിട്ടില്ല, പകുതി പോയിട്ടുള്ളൂ കേട്ടോ. BA എക്കണോമിക്സ് ആയിരുന്നു. പിന്നെ എത്ര ഏജിലായിരുന്നു മാരേജ് കഴിഞ്ഞത്. 19 വയസ്സിലേക്ക് കടക്കുമ്പോൾ. കല്യാണം കഴിഞ്ഞിട്ടാണ് 19ാമത്തെ വയസ്സായത് കേട്ടോ. പിന്നെ അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ജിൽഷാന മുനീർ. ഫാമിലിയിൽ ആരാ എല്ലാ കാര്യങ്ങൾക്കും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്നതിനിടയിൽ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും സമയം കണ്ടുപിടിക്കുന്നത് എങ്ങനെ. അതോ ആരെങ്കിലും ഹെൽപ്പ് ആക്കുമോ. അപ്പോൾ ജിൽഷാന ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. ഫാമിലിയിൽ എല്ലാ കാര്യങ്ങൾക്കും കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ഇവിടെ ഉമ്മ ഉണ്ട്, ഇവിടെ കടമ്മ ഉണ്ട്, ഉമ്മ നോക്കും. പിന്നെ ചെറിയ രീതിയിലത്തെ എഡിറ്റിംഗ് അല്ലേ ഉള്ളൂ, അതൊക്കെ എങ്ങനെയൊക്കെ ഞാൻ രാത്രി ഇവരൊക്കെ ഉറങ്ങിയതിൻ്റെ ശേഷം ചെയ്യൂട്ടാ. പിന്നെ നമ്മൾ സാബിർക്കാട് ഗ്രൂപ്പിലുള്ള മറ്റംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഹെൽപ്പ് ചെയ്യൂട്ടാ തമ്പനയിൽ വെക്കാനും. പിന്നെ നമ്മൾ എന്തൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാവില്ല, ഒക്കെ ചോദിച്ചാൽ അവരെ പെട്ടെന്ന് റിപ്ലൈ തരുകയൊക്കെ ചെയ്യും. അപ്പം പിന്നെ ആ വക ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അവരെ ഗ്രൂപ്പിലേക്ക് വന്നതുകൊണ്ട്.
പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യന് ഹെയറാസ് വേഡ് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഞാനും ന്യൂ യൂട്യൂബർ ആണ്. ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിരുന്നു. താങ്ക് യു. എന്നെയും സപ്പോർട്ട് ചെയ്യണേ. ഉറപ്പായിട്ടും കേട്ടോ. പിന്നെ ബിഗിനേഴ്സിന് ഒരു അഡ്വൈസ് പറഞ്ഞു തരുമോ? ബിഗിനേഴ്സിന് എന്താ വെച്ചാൽ നമ്മൾ ഈ സബ് ചെയ്യണത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല വീഡിയോക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ഉണ്ടായാലും ആരും കാണൂല. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സബ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ആഴ്ചയിൽ ഒരു 2-3 വീഡിയോസെങ്കിലും ഇടാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ഞാനും പഠിച്ചു വരണുള്ളൂ കേട്ടോ. എനിക്കൊന്നും അറിയില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞതാണേ. ഇക്കടെ ഗ്രൂപ്പിൽ ചേർന്ന കാരണം കുറച്ച് അറിവൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ നമ്മൾ ലിങ്കൊന്നും ഷെയർ ചെയ്യാതിരിക്കുക. നമ്മൾ എന്താ പറയുക, വീഡിയോ അപ്ലോഡ് ചെയ്താൽ അപ്പം തന്നെ വാട്സപ്പ് സ്റ്റാറ്റസോ പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. മിനിമം 2 ദിവസം കഴിഞ്ഞിട്ടെങ്കിലും ഷെയർ ചെയ്താൽ കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യന് കിങ് ഗോ ചോദിച്ച ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് എത്ര കുട്ടികളാണ്? ഭർത്താവ് എവിടെ? ഭർത്താവ്ക്ക് 4 കുട്ടികളാണ്, 3 പെണ്ണും 1 ആണും കേട്ടോ. പിന്നെ ഭർത്താവ് എവിടെയാണെന്നാ ചോദിച്ചത്? നാട്ടിൽ തന്നെയാണ്, കൂലിപ്പണിക്ക് പോവാണ് കേട്ടോ, ചിക്കൻ കടയ്ക്ക്. പിന്നെ ഫെബിന അബൂബക്കർ ചോദിച്ചത് നിങ്ങളുടെ മക്കളുടെ ഏജ് ഡിഫറൻസ് പറയാമോ? മൂത്ത മോളുടെ ഏജ് 9 വയസ്സാണ് കേട്ടോ. അവൾ 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൾക്ക് 9 വയസ്സായിക്കണ്. പേര് ഫാത്തിമ സന. 2ാമത്തെ മോളുടെ പേര് ആയിഷ സൻഹ. അവൾ UKG പഠിക്കുകയാണ് കേട്ടോ. അവൾക്ക് 5 വയസ്സാവാൻ, മെയ് വന്നാൽ 5 മാസമാവും. 3ാമത്തേത് മോനാണ്. മോനിക്ക് ഏപ്രിലേക്ക് 4 വയസ്സാവും കേട്ടോ. മുഹമ്മദ് ഹൈസിൻ എന്നാണ് പേര്. 4ാമത്തെ ആള് ഹെൻസ ഐസൽ. അവൾക്ക് 10 മാസമായിട്ടാ. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് ആരതി PVS എവിടെ? സ്ഥലം എന്ത് ചെയ്യുന്നു? സ്ഥലം പട്ടാമ്പി കഴിഞ്ഞിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ. പട്ടാമ്പി കഴിഞ്ഞിട്ട് മറ്റേ മുതുതല കാരക്കുത്ത്. എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്, ഇത്ര ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നജില നാജി ചോദിച്ചാണ്. നമ്മുടെ മസ്റൂറ ഫാത്തിമ ഉണ്ടല്ലോ, അവർ ചോദിച്ചിരിക്കുന്നത് സുഖമാണോന്ന്. കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ, ഇങ്ങനെ പോണു കേട്ടോ. പിന്നെ അനീഷ ചോദിച്ചിട്ടുള്ളത് വീടിൻ്റെ ലോൺ എന്തായിന്ന്. വീടിൻ്റെ ലോൺ ഒന്നും ആയിട്ടില്ല, അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ബാങ്കിൽ പോയി സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. എന്താ പറയുക, ഇവിടെ വല്യപ്പ കേട്ടോ ലോൺ എടുത്തത്. കമൻറ്റിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു, വീടിന് എങ്ങനെ ലോണായിന്ന് കേട്ടായിരുന്നു. ഇത് വല്യപ്പാടെ വീടാണ്. അപ്പോൾ വല്യപ്പയാണ് ഇതിന് ലോൺ എടുത്തത്. വല്യപ്പ ഇപ്പം എല്ലാം ആരും മരിച്ചു പോയിക്കണം കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ. ഇപ്പോൾ എന്താ പറയുക, അടുത്ത ക്വസ്റ്റ്യന് അൽഫ ഹസ് എന്താ വീഡിയോയിൽ വരാത്തതെന്ന്. അവർ വീഡിയോയിൽ വരാത്തത് പ്രത്യേകിച്ചൊന്നല്ല, എനിക്ക് വീഡിയോ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. മൂപ്പര് എന്നോട് വീഡിയോ ഇട്ടോ, അതിന് പ്രശ്നമൊന്നുമില്ല. വരാതിരിക്കൊന്നുമില്ല. കുറച്ചുകൂടെയൊക്കെ കഴിയുമ്പോഴത്തേനും വരുന്നുണ്ടാവും. എനിക്ക് സപ്പോർട്ടാണ്. അങ്ങനെ നൗഷിദ ഷാജഹാൻ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞാൽ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വരുന്നുണ്ടാവും, വന്നാൽ ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നൗഷിദ ഷാജഹാൻ വീട് പട്ടാമ്പി കഴിഞ്ഞിട്ടാണ് കേട്ടോ, മുതുതല കാരക്കൂത്ത്. റംലു കിച്ചൻ ചോദിച്ചിരിക്കുന്നത് വീട് പട്ടാമ്പി പാലക്കാട് ജില്ലയാണ് കേട്ടോ. മുതുതല കാരക്കൂത്താണ് കേട്ടോ വീട്. അടുത്തത് ഹാഷിർമോൻ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഉമ്മ ഒഴിവാക്കിയതാണോന്ന്. നിങ്ങളുടെ ഉമ്മ ഒഴിവാക്കിയതാണോന്നാണ് കേട്ടോ എന്നോട് ചോദിച്ചിരിക്കുന്നത്. അതിനാണ് എൻ്റെ കല്യാണത്തിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഉമ്മയില്ലാത്ത എൻ്റെ കല്യാണം എന്ന് ഞാൻ ക്യാപ്ഷൻ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. എന്താണ് ഉമ്മ ഒഴിവാക്കിയെന്ന് വെച്ചാൽ എൻ്റെ 8ാമത്തെ വയസ്സിൽ ഉമ്മ പോയതാണ് കേട്ടോ. പിന്നെ എൻ്റെ ഉപ്പ വേറെ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഉമ്മ അങ്ങനെ 18 കൊല്ലത്തോളം ഉമ്മ ഉണ്ടായിരുന്നില്ല. ഉമ്മ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉമ്മ വേറെ വീട്ടിലാണ് കേട്ടോ. ഉമ്മയുടെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ എൻ്റെ ഏട്ടത്തികളും. ഇപ്പം കുഞ്ഞിമ്മയും പിന്നെ ഇപ്പം വേറെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അവർ വേറെ വീട്ടിലാണ്. പിന്നെ ഉമ്മയും പിന്നെ എൻ്റെ 2 ഏട്ടത്തികളും വേറെ വീട്ടിലാണ് കേട്ടോ. എല്ലാ ചിലവും കാര്യങ്ങളൊക്കെ എൻ്റെ ഒപ്പം തന്നെയാണ്.
പക്ഷേങ്കിൽ ഇപ്പം ഇമ്മയും അവിടെ പിരിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം ഉമ്മ എൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ 8ാമത്തെ വയസ്സിൽ പോയതായിരുന്നു. ഇപ്പോഴാണ് നല്ല രീതിക്ക് എൻ്റെ കല്യാണങ്ങളൊക്കെ നടത്തിയത് കേട്ടോ. പിന്നെ അത്ര ക്വസ്റ്റ്യൻസേ നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് എന്നോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചതിന്. പിന്നെ എന്താ പറയുക ജീവിതമല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ജീവിക്കണം എന്ന് തോന്നിയത്. ജീവിതത്തോട് ഓരോ വെറുപ്പും ദേഷ്യവും ഒക്കെ ആയിരുന്നു. അതൊക്കെ ഒന്ന് മാറി തുടങ്ങി നല്ല രീതിക്ക് പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണമെന്ന് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു. എല്ലാവരും എനിക്കും മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. തിരിച്ചും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. എല്ലാവരോടും ഒരുപാട് നന്ദി കേട്ടോ. താങ്ക് യു.